വെൽക്കം, തഹമനാണ്. ഈ വീഡിയോ നമ്മൾ പ്രോട്ടീൻ ഡ്രഗുകളെ പറ്റിയാണ് പറയാം. ചികിത്സയിൽ നമ്മൾ തെറാപ്പറ്റിക് പർപ്പസിന് നമ്മൾ വിവിധ തരം പ്രോട്ടീനുകൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടീനുകളെല്ലാം നമ്മൾ തെറാപ്യൂട്ടിക് പ്രോട്ടീൻ ഡ്രഗ്സ് എന്നാണ് നമ്മൾ പറയുക. സോ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന പ്രോട്ടീൻ മിക്കവാറും എല്ലാം തന്നെ ജനറ്റിക്കലി എഞ്ചിനീയേർഡ് പ്രോട്ടീനുകളായിരിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന തരം പ്രോട്ടീൻ ആയിരിക്കും. ആൻഡ് അത് തന്നെ നാച്ചുറലി നമ്മൾ ശരീരത്തിലുള്ള പ്രോട്ടീനുകളുടെ ജനറ്റിക്കലി എഞ്ചിനീയേർഡ് കോപ്പീസ് ഓർ ആനലോഗ്സ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ പ്രോട്ടീൻ ഡ്രഗ് ആയിട്ട് കൊടുക്കുക. പ്രോട്ടീനുകൾ നമുക്കറിയാം, അമിനോ ആസിഡ് ഇതൊരു അമിനോ ആസിഡ് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചുണ്ടാക്കുന്നതാണ് അല്ലെ. ഉണ്ടാക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം NCC ഇതാണ് നമ്മൾ എഴുതുക. പിന്നെ വീണ്ടും NCC ഇങ്ങനെ സംഭവങ്ങൾ വരും. ഇതാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയും. സോ ഒരു 50 അമിനോ ആസിഡുകൾ വരെ ഉള്ളവയെ നമ്മൾ പെപ്റ്റൈഡ്സ് എന്നാണ്. ഇപ്പൊ നമ്മൾ പ്രോട്ടീൻ ആയിട്ടില്ല. അതിൽ തന്നെ 20 എണ്ണം ഉള്ളൂ. 20ൽ താഴെയാണ് എങ്കിൽ നമ്മളവയെ ഒലിഗോപെപ്റ്റൈഡ്സ് എന്ന് വിളിക്കും. ഒലിഗോപെപ്റ്റൈഡ്സ് 20-50 ആണെങ്കിലോ ഒലിഗോപെപ്റ്റൈഡ്സ് 20-50 ആണെങ്കിൽ നമ്മൾ അവയെ പോളിപെപ്റ്റൈഡ്. എബോവ് 50 ആണെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോട്ടീൻ എന്ന് വിളിക്കും. സോ ഇതെല്ലാം പ്രോട്ടീൻ തന്നെയാണ് എങ്കിലും ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് അമിനോ ആസിഡ്സ്. ഇനി പ്രോട്ടീൻ ഒരു പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, ദെൻ സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടെർസറി ആൻഡ് ഈവൻ എ ക്വാട്ടർണറി സ്ട്രക്ചർ വരെ ഉണ്ട് നമുക്കറിയാം. ആൻഡ് ഇവിടെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 1000 ഡാൾട്ടണിന് മുകളിൽ ഒക്കെ ആയിരിക്കും മിക്കവാറും പ്രോട്ടീനുകളുടെ മോളിക്കുലാർ വെയിറ്റ്. നമ്മൾ ചികിത്സയിൽ ഉപയോഗിക്കുന്ന തെറാപ്പറ്റിക് പർപ്പസിന് ഉപയോഗിക്കുന്ന ഈ പ്രോട്ടീൻ നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുക. അത് നമ്മൾ DNA റീകോമ്പിനന്റ് ടെക്നോളജി വഴിയാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുക. നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ളതും ഉണ്ട് എങ്കിലും മിക്കവാറും എല്ലാം തന്നെ നമ്മൾ DNA റീകോമ്പിനന്റ് ടെക്നോളജി വഴിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. സോ ഇങ്ങനെ പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ചില എക്സ്പ്രഷൻ വെക്ടേഴ്സ് വേണ്ടിവരും അല്ല. എക്സ്പ്രഷൻ വെക്ടേഴ്സ് നമുക്ക് വേണ്ടിവരും. നമ്മൾ മിക്കവാറും ഉപയോഗിക്കുക പ്ലാസ്മിഡ്സ് പോലെയുള്ള വെക്ടേഴ്സ് ആണ്. ഈ പ്ലാസ്മിഡ് എടുത്തിട്ട് നമുക്ക് പറ്റിയ അല്ലെങ്കിൽ നമ്മൾ അതിന് പറയാം കോമ്പീറ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയക്കകത്തേക്ക് ഇതങ്ങ് പിടിപ്പിക്കും. എന്നിട്ട് അവയെ കൊണ്ട് ഈ ബാക്ടീരിയയെ കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട പ്രോട്ടീൻ അനുസരിച്ച് നമ്മുടെ പ്ലാസ്മിഡ് സെലക്ഷൻ ആൻഡ് ഓൾസോ ബാക്ടീരിയ സെലക്ഷൻ ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ കണ്ടെത്തി ഉണ്ടാക്കും. ഈ പ്രോട്ടീൻ മരുന്നുകൾ സാധാരണ ചെറിയ കെമിക്കൽസ് പോലെ ഉള്ള മരുന്നുകളല്ല. ഇവ ലാർജ് മോളിക്കുലാണെന്ന് നമ്മൾ പറഞ്ഞു, മോളിക്കുലാർ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു, സൈസും വലുതാണ്. ആൻഡ് അപ്പോൾ ഇവയ്ക്ക് കുറച്ച് ഗുണങ്ങൾ ഉണ്ടായിരിക്കും, കുറച്ച് ദോഷങ്ങൾ ഉണ്ടായിരിക്കും. സോ അഡ്വാൻറ്റേജസ് ഉണ്ട് ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ നമ്മൾ പ്രത്യേകതകൾ നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ആക്ഷൻസ് ആർ ഹൈലി സെലക്റ്റീവ് ആണ്, കുറേയേറെ സെലക്റ്റീവ് ആണ്. കാരണം പ്രോട്ടീൻ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും പോയി ഒട്ടിച്ചേരും. അതുകൊണ്ട് തന്നെ മറ്റ് ടാർജറ്റുകളിൽ പോയി ഒട്ടിച്ചേർന്ന് ആക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസുകൾ താരതമ്യേന കുറവാണ്. സോ സെലക്ടിവിറ്റി ഈസ് മോർ. അപ്പോൾ സൈഡ് എഫക്ട്സും അതനുസരിച്ച് കുറവാവാനാണ് ചാൻസ്. ഇനി സാധാരണ നമ്മൾ പുറത്തു നിന്നുള്ള പ്രോട്ടീൻ കൊടുത്തതിനാൽ ശരീരം അത് തള്ളിക്കളയും. അത് ഇമ്മ്യൂണോജെനിക് ആണ് സാധാരണ ഏത് പ്രോട്ടീൻ ആയാലും. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യന്റെ തന്നെ ഹ്യൂമനൈസ്ഡ് ഓർ മനുഷ്യന് തന്നെ പ്രോട്ടീൻ ആണ് നമ്മൾ ടെക്നോളജി വഴി ഉണ്ടാക്കിയെടുക്കും. സോ അതുകൊണ്ട് തന്നെ ലെസ് ഇമ്മ്യൂണോജെനിക് ആണ് ഇപ്പോൾ ഉള്ള പ്രോട്ടീൻ. ദോഷഫലങ്ങളൊക്കെ കുറവാണ്. ശരീരത്തിൽ തന്നെയുള്ള സംഭവങ്ങളാണല്ലോ നമ്മൾ കൊടുക്കുക. സോ ADR അഡ്വേഴ്സ് എഫക്റ്റും സൈഡ് എഫക്റ്റ് ഒക്കെ കുറവായിരിക്കും. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി പ്രോട്ടീൻ മരുന്നുകളുടെ അപ്രൂവൽ പ്രോസസ്, അടുത്ത പോയിന്റ് അപ്രൂവൽ പ്രോസസ് ആണ്. അപ്രൂവൽ പ്രോസസ് കുറെ കൂടി എളുപ്പത്തിൽ വേഗത്തിൽ കടക്കാം എന്നുള്ളതാണ്. സോ സാധാരണ മോളിക്യൂൾസിന് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരിക്കും. സോ ഇവയ്ക്ക് ലെസർ അപ്രൂവൽ ടൈം മതി, റിക്വയർഡ് ഓൺലി ലെസ് അപ്രൂവൽ ടൈം മതി എന്നുള്ളത് കമ്പനികളെ സംബന്ധിച്ച് വേഗത്തിൽ ഒരു മരുന്നൊക്കെ പുറത്തിറക്കാനായിട്ട് സുഖമാണ്. മറ്റു കാര്യം ഓരോ പ്രോട്ടീനും യുണീക്കാണ്, യുണീക്നെസ് ഉണ്ട് ഓരോ പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേറ്റന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും നേടിയെടുക്കാനും എല്ലാം എളുപ്പമാണ്. സോ യുണീക്നെസ് ആണ്. ആൻഡ് വേറൊരു കാര്യം, പ്രോട്ടീൻസ് ഡ്രഗ്സ് ആർ കോസ്റ്റ്ലിയർ ആണ്, വില അല്പം കൂടുതലാണ്. സാധാരണ മരുന്നുകളെ അപേക്ഷിച്ച് കോസ്റ്റ്ലിയർ ആണ്, വളരെ കൂടുതലായിരിക്കും ചിലപ്പോഴെങ്കിലും. സോ കമ്പനികൾക്ക് ഇത് ഗുണമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണകരമാണ്, ചിലപ്പോൾ അത് ദോഷകരവും ആകാം. കാരണം രോഗി എപ്പോഴും വില കുറഞ്ഞായിരിക്കും നോക്കുക, കമ്പനിക്ക് വില കൂടിയത് വിറ്റാലായിരിക്കും ലാഭം കൂടുതൽ കിട്ടും. ഇനി വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു, പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ഇഞ്ചക്ഷൻ ആയിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റൂ, ഓൺലി ആസ് ഇഞ്ചക്ഷൻ. പല റൂട്ടുകൾ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. വായിലൂടെ നമ്മൾ കൊടുത്താൽ എന്താ പറ്റും? വായിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈനിലുള്ള പ്രോട്ടിയേസസ് അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള എക്സോപെപ്റ്റിഡേസസ്, എൻഡോപെപ്റ്റിഡേസസ് ഇവയെല്ലാം അതിനെ, ഉദാഹരണം പെപ്സിൻ, കൈമോട്രിപ്സിൻ, ട്രിപ്സിൻ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം കയറി ഇതിനെ പ്രോട്ടീനെ പീസാക്കിക്കളും അല്ലേ. ലാസ്റ്റ് അമിനോ ആസിഡ്സ് ആയിട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കണം. സോ ഓൺലി ആസ് ഇഞ്ചക്ഷൻ, നോ ഓറൽ. പ്രോട്ടീൻ ഡ്രഗ്സ് കനോട്ട് ബി ഗിവൺ ആസ് ഓറൽ.
ഓറൽ. ഈ പ്രോട്ടീൻ നമുക്കറിയാം ശരീരത്തിൽ 2 തരം റോളാണ് പ്രോട്ടീൻസിനുള്ളത്. ഒന്ന് ദേ ഹാവ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആയിരിക്കാം അല്ലെ, സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. ഉദാഹരണത്തിന് ആക്ടിൻ, മയോസിൻ ഇവയൊക്കെ സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ്. രണ്ടാമത്തത് ദർ ആർ ഫങ്ഷണൽ പ്രോട്ടീൻസ്. മറ്റുള്ളവയൊക്കെ ഫങ്ഷണൽ പ്രോട്ടീൻസ് ആണ്. എൻസൈംസ് ഒരു പ്രത്യേക ജോലി നിർവഹിക്കാനുള്ള പ്രോട്ടീൻസ് എൻസൈംസ് ആയിരിക്കാം. എൻസൈംസ്, റിസപ്റ്റേഴ്സ്, ട്രാൻസ്പോർട്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ള സോ വൈഡ് റോൾ ഉള്ള സംഭവങ്ങളാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ പ്രോട്ടീൻ ഡ്രഗും മരുന്നനുസരിച്ച് വൈഡ് റോളുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് റോളുകളായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് പ്രോട്ടീൻ ഡിഫറെന്റ് ടൈപ്സ് ആണ് പറയേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് ഫാർമക്കോളജി അനുസരിച്ചിട്ട് പ്രോട്ടീൻ ഡ്രഗുകളെ നമുക്ക് 4 തരമാണ്, 4 ഡിഫറെന്റ് ടൈപ്സ്. ഒന്ന് ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 പ്രോട്ടീൻ ഉണ്ട്. ദെൻ ടൈപ്പ് 2 പ്രോട്ടീൻ ഉണ്ട്. സ്വാഭാവികമായിട്ട് ടൈപ്പ് 3യും ടൈപ്പ് 4ഉം ഇങ്ങനെ 4 തരമാണ്. ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത് എൻസൈമാറ്റിക് അല്ലെങ്കിൽ റെഗുലേറ്ററി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. എൻസൈമാറ്റിക് ഓർ റെഗുലേറ്ററി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ. പ്രത്യേക എൻസൈംസ് ആയിരിക്കും, ഒരു പ്രത്യേക ജോലി മാത്രമായിരിക്കും ഇവ ചെയ്യുക. ടൈപ്പ് 1 പ്രോട്ടീൻ. ടൈപ്പ് 2 പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേക ശരീരത്തിലുള്ള പ്രത്യേക ടാർജറ്റിൽ ഒട്ടിച്ചേരുന്ന തരം മരുന്നുകളാണ്. ഓൺലി ഓൺ ടാർജറ്റ്. മൂന്നാമത്തത് ടൈപ്പ് 3 പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻസ് ആണ്. സോ വാക്സിൻസ് ആണ് മൂന്നാമത്തത്. ആൻഡ് നാലാമത്തത് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്രോട്ടീനുകളാണ്. ശരീരത്തിനകത്തേക്ക് നൽകുന്നു, എന്നിട്ട് നമ്മൾ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾക്കുണ്ട്. സോ 4 തരം തെറാപ്യൂട്ടിക് പ്രോട്ടീൻസ് ആണ് നമുക്കുള്ളത്. ഇനി ടൈപ്പ് 1 പ്രോട്ടീനെ നമുക്ക് വീണ്ടും പലതാക്കാം. നമ്മളതിനെ ABC എന്നാണ് നമ്മൾ തരംതിരിക്കുക. ഇപ്പോൾ ഉദാഹരണം A ടൈപ്പ് ആണെങ്കിൽ, A എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക പ്രോട്ടീൻ ഇല്ല, അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഉണ്ട് പക്ഷെ അബ്നോർമൽ ആണ്. അപ്പോൾ നമ്മൾ അതിന് പകരം കൊടുക്കുന്ന റീപ്ലേസ്മെന്റ് ഓഫ് ഡെഫിഷ്യന്റ് പ്രോട്ടീൻ ആണ്. സോ ദീസ് ആർ റീപ്ലേസ്മെന്റ് ഓഫ് ഡെഫിഷ്യന്റ് പ്രോട്ടീൻ ആണ്. അബ്നോർമൽ പ്രോട്ടീന് പകരം നമ്മൾ ടൈപ്പ് 1A പ്രോട്ടീൻ ആണ് കൊടുക്കുക. സോ ക്ലാസിക് എക്സാമ്പിൾ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ മനസ്സിൽ ഓർമ്മ വരിക ഇൻസുലിൻ ആണ്. ഇൻസുലിൻ ഇങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ ആണ്. ഇൻസുലിൻ നമ്മൾ ഒറ്റൊരു ഇൻസുലിൻ അല്ലല്ലോ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ പലതരം ഫാർമക്കോ കൈനറ്റിക്കലി മോഡിഫൈഡ് ഇൻസുലിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ദീർഘനേരം പ്രവർത്തിക്കുന്നത് വേണോ, നമുക്ക് എളുപ്പത്തിൽ പ്രവർത്തിക്കുന്നത് വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഫാസ്റ്റർ ആക്ടിങ് വേണമെങ്കിൽ നമുക്ക് ലിസ്പ്രോ ഇൻസുലിൻ ഉണ്ട്, എസ്പാർട്ട് ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂലിസാൻ ഇൻസുലിൻ ഉണ്ട്. ഇല്ല നമുക്ക് ദീർഘനേരം ലോങ്ങർ ആക്ടിങ് ആണെങ്കിൽ നമുക്ക് ഡെൽറ്റമിർ ടൈപ്പ് ഓഫ് ഇൻസുലിൻ ഉണ്ട്, ഗ്ലാർജീൻ ഇൻസുലിൻ. സോ ഇൻസുലിൻ പലതരം അവൈലബിൾ ആണ് നമുക്കറിയാം. ദെൻ ഗ്രോത്ത് ഹോർമോൺസ് അനലോഗ്സ് നമ്മുടെ കയ്യിലുണ്ട്. സൊമാറ്റോട്രാപ്പിൻ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ അങ്ങനെയുള്ളത്. ദെൻ നമ്മൾ സാധാരണ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ഡൈജസ്റ്റീവ് പ്രോട്ടീൻസ് അല്ലെ, ഡൈജസ്റ്റീവ് എൻസൈംസ്. ഉദാഹരണത്തിന് അമൈലേസ് നമ്മുടെ കയ്യിലുണ്ട്, പ്രോട്ടിയേസസ് നമുക്ക് ഉപയോഗിക്കാം, ലിപ്പേസസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, അഡിനോസിൻ ഡിയാമിനേസസ് ഇൻ ഇമ്മ്യൂണിറ്റി അങ്ങനെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഹീമോഫീലിയ കണ്ടീഷൻസിൽ നമ്മൾ കൊയാഗുലേഷൻ ഫാക്ടർ ആണ്, ഇതെല്ലാം പ്രോട്ടീൻ ആണ്. കൊയാഗുലേഷൻ ഫാക്ടർ 8 ഉണ്ട്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഫാക്ടർ 8, ഫാക്ടർ 9, ഫാക്ടർ 13 ഇതൊക്കെ നമുക്ക് അബ്നോർമൽ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. വോൺ വില്ലബ്രൺ ഫാക്ടർ, പ്രോട്ടീൻ സി ഇങ്ങനെയൊക്കെ ധാരാളം പ്രോട്ടീനുകൾ നമ്മൾ കൊടുക്കും. അനീമിയ ആണെങ്കിലോ, അനീമിയ ഇൻ ക്രോണിക് റീനൽ ഫെയിലിയറിൽ നമ്മൾ കിഡ്നി തകരാറാണെങ്കിൽ നമ്മൾ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ തന്നെയാണ്, പ്രോട്ടീനാണ്. ദെൻ ലിവർ ഉണ്ടാക്കുന്ന ആൽബുമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൽബുമിൻ തന്നെ കൊടുക്കാൻ പറ്റും. സിറോസിസിലൊക്കെ നമ്മൾ ആൽബുമിൻ കൊടുക്കേണ്ടി വരും. ഇനി സം മെറ്റബിളൈസിങ് എൻസൈംസിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അഗാൽസിഡേസസ് ആൽഫ ഉണ്ട്, അതിന്റെ ബീറ്റ ഉണ്ട്. ഫാബ്രീസ് രോഗത്തിൽ കൊടുക്കുന്നതാണ്. അൽഗ്ലൂസറൈസ് ഉണ്ട്, അൽഗ്ലൂസറൈസ് നമ്മൾ കൊടുക്കുന്നത് ഗൗച്ചേഴ്സ് ഡിസീസിലാണ്. ദെൻ ആൽഫ 1 ആന്റിട്രിപ്സിൻ അതിന്റെ ഡെഫിഷ്യൻസിയിൽ നമുക്ക് കൊടുക്കാം. ദെൻ ഇലോസൾഫേസ്, ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയുന്നു മാത്രമേ ഉള്ളൂ. ഇലോസൾഫേസ് മ്യൂക്കോപോളിസാക്രൈഡോസിസ് അതിനകത്ത് കൊടുക്കാൻ പറ്റും. സെബിലിപ്പേസ് എന്ന് പറയുന്നത് ആൽഫ ഗ്ലൂക്കോസ് എർത്രോസിഡേസസ് അങ്ങനെയുള്ള അസുഖത്തിൽ കൊടുക്കാം. ദെൻ പെഗ്വാലിപ്പേസ്. സോ ഇങ്ങനെ ധാരാളം പ്രോട്ടീനുകൾ മരുന്നുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടൈപ്പ് 1B പറയാം. എ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ബി ഇത് നമ്മളിപ്പോൾ ഉദാഹരണം എക്സിസ്റ്റിംഗ് ഓർ പ്രോഗ്രസീവ് പാത്വേ അതൊന്നുകൂടി ഒന്ന് ഓഗ്മെന്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന പ്രോട്ടീൻ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പം ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ FSH, നമ്മുടെ ശരീരത്തിൽ FSH ഉണ്ട് പക്ഷേ കുറച്ചും കൂടി നമ്മൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ലൂട്ടനൈസിങ് ഹോർമോൺ നമ്മൾ കുറച്ചും കൂടി കൊടുക്കും. ഇനി നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമ്മൾ കൊടുക്കും. ഉദാഹരണം ഇന്റർഫെറോൺസ് ബീറ്റ ഉണ്ട്. ദെൻ പെഗൈലേറ്റഡ് ഇന്റർഫെറോൺസ് ഉണ്ട്, ഇന്റർഫെറോൺ 1A 1B 1C അങ്ങനെയൊക്കെയുള്ള നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലെയുള്ള രോഗം, ക്യാൻസർ, ലുക്കീമിയ, ഹെപ്പറ്റൈറ്റിസ് സോ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കൊക്കെ നമ്മൾ ടൈപ്പ് 1B നമ്മൾ കൊടുക്കും. ഇനി ടൈപ്പ് 1 മൂന്നാമത്തെ ഗ്രൂപ്പ് ടൈപ്പ് 1C ആണ്. ടൈപ്പ് 1C പ്രോട്ടീൻസ് നമ്മൾ റീപ്ലേസ്മെന്റിന് വേണ്ടിയാണോ എന്ന് വെച്ചാൽ അല്ല, ഓഗ്മെന്റ് ചെയ്യാനാണോ അല്ല, പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാനാണ്, നോവൽ ഫംഗ്ഷൻ.
പുതിയ ഇതുവരെ ചെയ്യാത്ത ഒരു ആക്ഷൻസ് ചെയ്യാൻ വേണ്ടി, ഒരു ജോലി ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രോട്ടീനാണ്. ഉദാഹരണം ബോട്ടോക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബോട്ടുലിനം സംഭവമാണ്, വിഷമാണ്. അത് നമ്മൾ ഉപയോഗിക്കാം. ഡിസ്റ്റോണിയയിൽ നമുക്ക് ഉപയോഗിക്കാം. മസിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മസിൽ കൺട്രാക്ഷനിലൊക്കെ ഇടപെടുന്നുണ്ട്. ഒരുപാട് യൂസ് ഉണ്ട്, ഞാനിപ്പോൾ എല്ലാം ഒന്നും പറയുന്നില്ല. ബോട്ടുലിനത്തെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ ഹയാലുറോനിഡേസ് നമ്മൾ പലപ്പോഴും സെല്ലുലാർ സിമെന്റിങ് മെക്കാനിസം തകർക്കാൻ വേണ്ടിയിട്ട് അത് ഇടപെട്ട ചില മരുന്നുകളെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെല്ലൊന്ന് നശിപ്പിക്കണം, ആ ഏരിയ ഒന്ന്, ടിഷ്യൂ ഒന്ന് ഇളക്കണം, അതിനുവേണ്ടി നമ്മൾ കൊടുക്കാം. ദെൻ പപ്പായൻ എന്ന് പറയുന്ന മരുന്ന് നമ്മുടെ ടിഷ്യൂസിനെ നശിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. സ്ട്രെപ്റ്റോകൈനേസ് ഫേമസ് ആണ്. സ്ട്രെപ്റ്റോകൈനേസ് നമ്മുടെ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ട പിടിക്കാതിരിക്കാനല്ല, കട്ട പിടിച്ചത് അലിയിക്കാനായിട്ട് നമ്മൾ കൊടുക്കാം. ലെപ്പിറൂഡിൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട്സ് കുറയ്ക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ ഇതെല്ലാം പുതിയ ഫംഗ്ഷൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അഡീഷണൽ പുറത്തുനിന്നുള്ള പ്രോട്ടീനുകളാണ്. അപ്പൊ ഇനി ടൈപ്പ് 2 പ്രോട്ടീൻ ആണ്. ടൈപ്പ് 2 പ്രോട്ടീൻ എന്ന് പറയുന്നത് 2A ഉണ്ട്, 2B ഉണ്ട്. സോ 2A എന്ന് പറയുന്നത് മറ്റു മോളിക്യൂൾസ്, ഇതൊരു മോളിക്യൂൾസ് ആണെങ്കിൽ അവിടെ പോയി ഒട്ടിച്ചേരുന്ന, ഇന്റർഫിയർ ചെയ്യുന്ന പ്രോട്ടീനുകൾ. ഏറ്റവും ഫേമസ് ആർ മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. മോണോക്ലോണൽ ആന്റിബോഡീസ്, അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, തൊട്ട് പുറകെയുണ്ട്. ആൻഡ് ഇതൊരു വലിയ ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണെന്ന് പറഞ്ഞു. സോ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറയുമ്പോൾ ആന്റിബോഡിയാണ്. ആന്റിബോഡി സാധാരണ ഉണ്ടാക്കുന്നത് ആന്റിജനെതിരെയാണ്. സോ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഏതെങ്കിലും പ്രോട്ടീനിൽ പോയി ഇവ ഒട്ടിച്ചേരും. അതാണ് മോണോക്ലോണൽ ആന്റിബോഡി. സോ ഇത് ടൈപ്പ് 2A ആണ്. ഇനി ടൈപ്പ് 2B എന്ന് പറയുന്നത് മറ്റ് കോമ്പൗണ്ട്സുകൾ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡെലിവറി ഏജൻസ് ആണ്. സോ ദീസ് ആർ ഡെലിവറി ഏജൻസ്. സോ ഇവയ്ക്ക് സ്വന്തമായിട്ട് ആക്ഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധം ഇല്ല. സോ ദീസ് ആക്ട്സ് ആസ് കാരിയർ ഫോർ ഡ്രഗ്സ്. മറ്റു മരുന്നുകളുടെ കാരിയർ ആയിട്ട് എവിടേക്കാണ്? ടു സ്പെഷ്യൽ ടാർഗറ്റ്, ഏതെങ്കിലും പ്രത്യേക ടാർഗറ്റിലേക്ക് മാത്രം മരുന്ന് എത്തിക്കണമെങ്കിൽ ഇവയിൽ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉദാഹരണം പറഞ്ഞാൽ ആന്റി ക്യാൻസറിലാണ് ഒരുപാട് ഉദാഹരണം. ഡെനിലൂക്കിൻ ഡിഫ്റ്റിറ്റോക്സ് എന്ന് പറയുന്ന സംഭവം. ഇത് ഇന്റർലൂക്കിൻ 2 എക്സ്പ്രസ് ചെയ്യുന്ന സെല്ലിലേക്ക് ഡിഫ്തീരിയ ടോക്സിൻ എത്തിക്കാൻ വേണ്ടി കൊടുക്കുന്നു. സോ ഇന്റർലൂക്കിൻ ഉള്ളത് നമുക്കറിയാം T സെൽസിലാണ്. സോ T സെൽ ലിംഫോമയിൽ, ക്യാൻസർ ആണ്, T സെൽ ലിംഫോമയിൽ വന്നു കഴിഞ്ഞാൽ ഈ കാരിയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ മരുന്ന് എത്തിക്കാനായിട്ട് പറ്റും. സോ അതിനുപയോഗിക്കുന്ന അത്തരം പ്രോട്ടീനുകൾ, സോ ഡെലിവറി ഏജൻസ് ആണ് ടൈപ്പ് 2B പ്രോട്ടീൻ. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ക്യാൻസറിൽ പറയാനുണ്ട്. നമ്മൾ തൽക്കാലം ഇവിടെ ഒരൊറ്റ എക്സാമ്പിൾ പറയുന്നു. ഇനി ടൈപ്പ് 3 പ്രോട്ടീനോ? ടൈപ്പ് 3 പ്രോട്ടീൻസ് ആർ വാക്സിൻസ് ആണ്. വാക്സിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോട്ടീൻ വാക്സിൻസ് ആണ്. 3 തന്നെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, ഇങ്ങനെ പല ഗ്രൂപ്പ് ഉണ്ട്. ടൈപ്പ് 3A എന്ന് പറയുന്നത് ഹാംഫുൾ ടാർജറ്റ്സിന് എതിരെയുള്ള പ്രോട്ടീൻ വാക്സിൻ. ടാർജറ്റ്സ്, ഹാംഫുൾ ആയിട്ടുള്ള ടാർജറ്റിനെതിരെ. B ആണെങ്കിലോ അത് ഓട്ടോ ഇമ്മ്യൂൺ, അതാണ് ടാർജറ്റ്. ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള സെല്ലുകളോ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാർജറ്റ് ആയിട്ടുള്ളതാണ്. C ഈസ് ഫോർ ക്യാൻസർ എന്ന് ഓർക്കുക. ക്യാൻസറിനെതിരായിട്ടുള്ള വാക്സിനുകളൊക്കെ ഇതിനകത്ത് വരും. ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് B അല്ലെ, HBsAg എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് B സർഫസ് ഏജന്റ് ആണ്. ദെൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വൈറസ് ഉണ്ട്, അതിന്റെ വാക്സിൻ. സോ വൈറസിന്റെ ചില ഭാഗങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ എടുത്തിട്ട് ഈ വൈറസിനെതിരായിട്ട് നമ്മൾ കൊടുക്കുക. സോ അതാണ് ടൈപ്പ് 3 ടൈപ്പ് ഓഫ്. ഇനി ലാസ്റ്റത്തെ നമുക്ക് ടൈപ്പ് 4 കൂടി പറയാം. ടൈപ്പ് 4 എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ദീസ് ആർ ഡയഗ്നോസ്റ്റിക് ഏജൻസ് ആണ്. ഇപ്പൊ പ്യൂരിഫൈഡ്, നമ്മൾ വളരെയധികം പ്യൂരിഫൈ ചെയ്തിട്ട് ആ പ്രോട്ടീൻ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിന്റെ ഡെറിവേറ്റീവോ അല്ലെങ്കിൽ സംഭവങ്ങളോ നമ്മൾ കുത്തിവെക്കുന്നു. ഉദാഹരണം മൈക്കോബാക്ടീരിയം ട്യൂബർലോസിസ്, അത് നമ്മൾ ആന്റിജൻ കുത്തിവെച്ച് നോക്കുന്നുണ്ടല്ലോ, രോഗമുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട്. സോ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നതാണ് ടൈപ്പ് 4 എന്ന് പറയും. സോ ഇങ്ങനെ ടൈപ്പ് 1 മുതൽ 4 വരെ അതിൽ തന്നെ പല ഗ്രൂപ്പായിട്ട് നമ്മൾ പ്രോട്ടീൻ ഡ്രഗുകളെ തിരിച്ചു. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രോട്ടീൻ ഡ്രഗ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.